ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു സംഭവമാണ് പെൻ ഹോൾഡർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് ക്യൂട്ടാകാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഒരു കബോർഡ് പീസ് എടുത്ത് 10 സെൻറ്റിമീറ്റർ രണ്ടെണ്ണവും 9.5 സെൻറ്റിമീറ്റർ രണ്ടെണ്ണം പിന്നെ 4 സെൻറ്റിമീറ്റർ ഒന്നും അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തീമാണോ വേണ്ടത് അതിനനുസരിച്ച് കളർ പേപ്പർ എടുത്ത് അതിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. പെയിൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്, പിന്നെ കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കളർ പേപ്പറിൽ ചെയ്യണത്. ഇതിൽ കാണിച്ച പോലെ കുറച്ച് സ്പേസ് വിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യുക. കുറച്ച് ഭാഗം വരികയാണെങ്കിൽ അത് വേറെ A4 എടുത്ത് ഒന്നുകൂടി കവർ ചെയ്താലും മതി. നല്ല ക്യൂട്ടും വേണം, പിന്നെ ഡെക്കോറായി യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഉള്ളതായതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി തീം എടുത്തത്. അപ്പോൾ ഒരു കട്ടിയുള്ള ഷീറ്റിലോ അല്ലെങ്കിൽ A4 സൈസ് പേപ്പറിലോ സ്ട്രോബെറിനെ വരയ്ക്കുക. നമ്മളത് അത്രയൊന്നും റെഡി ആയിട്ടില്ല, എന്നാലും നമുക്കുള്ളതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മടക്കിയിട്ട് കട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2 സൈഡിലും വേണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു സൈഡിൽ മാത്രം മതി, അവർക്ക് ഒരു പിക്ചർ മാത്രം വരച്ചാൽ മതി. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം റെഡ് സ്കെച്ച് 8 കളർ 8 കളർ ചെയ്യുക. ഞാൻ ബ്രഷ് പെൻ 8 ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ട്രോബെറി ഫുള്ളാവണമെങ്കിൽ ആ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ വേണ്ടേ, അപ്പോൾ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡൊക്കെ ഒരു ബോക്സ് പോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുക, അത് നിൽക്കാൻ കുറച്ച് പാടാണ്. ഞാൻ ഉണങ്ങാനായി കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് എന്നെ കൊണ്ട് പറ്റൂലായിരുന്നു. ഞാൻ പോകാനൊക്കെ നോക്കി, പക്ഷേ പ്ലാസ്റ്റർ ആയിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആയതുകൊണ്ട് നമ്മളതങ്ങനെ ചെയ്ത് തീർത്തു, അങ്ങനെ വേണം പറയുക. അങ്ങനെ ഒരു പെൻ ഹോൾഡർ പോലെ സെറ്റായതിനു ശേഷം അവിടെ മൂലൊക്കെ വെറുതെ ഇരിക്കണ സ്ട്രോബെറിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്യൂട്ട്നെസ് ഇടാനേ കഴിയുള്ളൂ, അത്ര സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. ഒരു 5 സ്കെച്ചും പെന്നൊക്കെ പോവുള്ളൂ. ഇന്ന പോലെ വാരി വലിച്ച് ആദ്യം തന്നെ എല്ലാ സ്കെച്ചും ഇടാൻ നിൽക്കണ്ട, അതിന്മേൽ വീണ്ടും കുറച്ച് കലാപരിപാടി എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുത്തു. ഇനി അഥവാ ചളിയായാൽ തിരിച്ചു മറിച്ചൊക്കെ വെക്കാലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. അങ്ങനെ ഏകദേശം പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റ ഐഡിക്ക് സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിലും കൂടി ഫോളോ ചെയ്യുക, ഞാൻ ID ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് കസ്റ്റമൈസ് ഗിഫ്റ്റ്, ഫ്രെയിംസ്, ഹാമ്പേഴ്സ്, റിംഗ് ആൽബം അങ്ങനത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. ഞാൻ അങ്ങനത്തെ ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ക്യൂട്ട് പെൻ ഹോൾഡർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.